ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ കുറിച്ച് സൂചന ലഭിച്ചിരുന്നില്ലെന്ന കെ സുധാകരൻ. നേതൃത്വത്തിൽ നിന്ന് സംരക്ഷണം കിട്ടിയില്ല എന്ന വികാരം തനിക്കുണ്ട്. മാറ്റിയതിൽ പരാതിയോ അതൃപ്തിയോ ഇല്ല. എന്നാൽ മാറ്റിയ കാരണത്തോട് വിയോജിപ്പ് തൽക്കാലം അത് പറയുന്നില്ല എന്നും സുധാകരൻ. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, മാറ്റിയതിൽ പരാതിയോ അതൃപ്തിയോ ഇല്ല, എന്നാൽ മാറ്റിയ കാരണത്തോട് ചില വിയോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തൽക്കാലം പറയുന്നില്ല എന്ന കാര്യവും സുധാകരൻ പ്രതികരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതൽ തന്നെയാണ് കെ സുധാകരൻ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ കെ സുധാകരൻ വലിയ തരത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റിയെക്കുറിച്ചുള്ള അതൃപ്തി രേഖപ്പെടുത്തി വരികയാണ്. ഇതിനെതിരെ ഇന്ന് രാവിലെ തന്നെ AICC നേതൃത്വവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ അവഗണിക്കണം, അതിന് മറുപടി പറയേണ്ട എന്ന ഒരു നിർദ്ദേശം കേരളത്തിലെ KPCC നേതാക്കന്മാർക്കും നൽകിയിരുന്നു. അതായത് മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ ചില അതൃപ്തികളുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റിയ രീതി ശരിയായില്ല. ഒരു കൂടിയാലോചനയോ ചർച്ചയോ നടത്താതെയാണ് ഇത്തരത്തിൽ ഒരു KPCC അധ്യക്ഷനെ മാറ്റിയത്. അതുതന്നെയാണ് KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനും പറയുന്നത്. തന്നോട് ഒരാഴ്ച മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വലിയ തരത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. എന്നാൽ തന്നെ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് തനിക്കത് അതിലൊരു അതൃപ്തിയുള്ളത്. ആ അതൃപ്തി എന്താണ് താൻ ഇപ്പോൾ പറയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം സണ്ണി ജോസഫ് തൻ്റെ പിൻഗാമിയാണെന്നും സണ്ണി ജോസഫിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നും പറയുന്നു. അതേസമയം KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത കാര്യത്തിലാണ് അദ്ദേഹം അതൃപ്തി അറിയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. അത്തരത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. പാർട്ടി ഇപ്പോൾ ശക്തമാണ്. ഏതു തിരഞ്ഞെടുപ്പിനെയും നേരിടുന്നതിന് പാർട്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 28,000 വരുന്ന വാർഡ് കമ്മിറ്റികൾ തൻ്റെ സമയത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു ജോലി മാത്രമാണുള്ളത്. നേരത്തെ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പുതിയ ഒരു ടീമിനെ കൊണ്ടുവരുന്നത്. പുതിയ ടീമിന് ഒരിക്കൽ പോലും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയത്തില്ല. അതിന് വേണ്ടത് പക്വതയും ഒപ്പം തന്നെ പരിചയസമ്പത്തുമാണ്. അത്തരത്തിൽ തൻ്റെ പക്വതയും പരിചയസമ്പത്തും ഉപയോഗപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി വിജയത്തിൽ വഴിവെക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ മുതിർന്ന നേതാക്കന്മാരുടെ അതൃപ്തിയാണ്. എന്ത് മാറ്റം വരുന്നുണ്ടെങ്കിലും അത്തരം മാറ്റങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സംസാരം നടന്നിട്ടില്ല. അത് വലിയ തരത്തിൽ തനിക്ക് അതൃപ്തിയുണ്ട്, അതിന് വിയോജിപ്പും ഉണ്ട്, അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ അതൃപ്തി വിവിധ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോഴത്തെ പുതിയ ടീമിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്, അവർക്ക് വിജയം വരിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അനവസരത്തിൽ തന്നെ മാറ്റിയതിനോട് ആണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തി. കാരണം വ്യക്തമായ ഒരു കാര്യം പറയാതെ നല്ല മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒഴിവാക്കിയതിനോടാണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തി രേഖപ്പെടുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിന് AICC ജനറൽ സെക്രട്ടറിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് വ്യക്തമാക്കുന്നു. കാരണം കേരളത്തിൻ്റെ ചുമതല ഉള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേന്ദ്രത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയ റിപ്പോർട്ടിനോടുള്ള വിയോജിപ്പ് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അവർ നൽകിയ റിപ്പോർട്ട് ഇതിൽ പൂർണ്ണമായ അതൃപ്തിയുണ്ട്. കാരണം ഒരു കാര്യങ്ങളും തിരക്കാതെയും അന്വേഷിക്കാതെയും നൽകിയ റിപ്പോർട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. അതിനോടുള്ള അതൃപ്തിയും അദ്ദേഹം അഭിമുഖങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ കെ സുധാകരന് തന്നെ ഒഴിവാക്കിയതിനുള്ള അതൃപ്തി വിവിധ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ കെ മുരളീധരൻ, VM സുധീരൻ, അതുപോലെ തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ കെ സുധാകരനെ മാറ്റിയതിനുള്ള വിയോജിപ്പ് പല വേദികളിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഈ പുതിയ ടീമിന് ഉയരണമെങ്കിൽ AICC നേതൃത്വം ഇടപെടണം. ഈ നേതാക്കളുമായി ചർച്ച നടത്തേണ്ടി വരും. ഈ ചർച്ചയിലൂടെ ഇവരെ സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെ ഒപ്പം നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു വലിയ ജോലിയാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്കകത്ത് പല മേഖലകളിൽ നിന്നായി പുതിയ നേതൃത്വത്തിനെതിരെയല്ല, പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്ത രീതിക്കെതിരെ വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കെ സുധാകരൻ നൽകുന്ന അഭിമുഖങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. ആതിര.
ബിനോയ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ കുറിച്ച് സൂചന ലഭിച്ചിരുന്നില്ലെന്ന് കെ സുധാകരൻ. നേതൃത്വത്തിൽ നിന്ന് സംരക്ഷണം കിട്ടിയില്ല എന്ന വികാരം തനിക്കുണ്ട്. മാറ്റിയതിൽ പരാതിയോ അതൃപ്തിയോ ഇല്ല, എന്നാൽ മാറ്റിയ കാരണത്തോട് വിയോജിപ്പ് തൽക്കാലം അത് പറയുന്നില്ല എന്നും സുധാകരൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടി തുടരും. ഹാരിസ് ബീരാൻ ദേശീയ സെക്രട്ടറി. ചരിത്രത്തിൽ